തലേ എന്താടി നിങ്ങളുടെ മോൻ പോയോ? അറിഞ്ഞിട്ടിപ്പോ നിനക്ക് എന്തോ വിശേഷം? അവനോടെ പുറം ലോകമൊക്കെ നന്നായിട്ട് കണ്ടോളാൻ പറഞ്ഞു. ഇനി കുറച്ചാലേ ഇങ്ങനെ നടക്കൂ. പിന്നെ അവനെ അകത്താ. അവൻ മാത്രമല്ല നിങ്ങളും. പിന്നെ ഇനി കുറെ നടക്കും. തളെ നിങ്ങൾക്കോ വിവരമില്ല. അതൊരു കുറ്റമാണെന്ന് ഞാൻ പറയത്തൂല്ല. നിങ്ങളുടെ മോനുണ്ടല്ലോ, അവൻ പുറത്തിറങ്ങി ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഗാർഹിക പീഡനേ വലിയ കുറ്റാ. അത് വെച്ച് നിങ്ങളെ ഞാൻ പൂട്ടും. ഞാൻ ചത്തിട്ടാണെങ്കിലും നിങ്ങളെ ഞാൻ പൂട്ടും. ദേ തള്ളേ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊന്നും കരുതണ്ട. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഞാൻ ചാവും. ചാവുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൊണ്ടേ ഞാൻ പോവും. നിങ്ങൾ എനിക്ക് തരുന്ന ആഹാരം ഉണ്ടല്ലോ, അതിൽ 1 മണി ചോറോ 1 തുള്ളി വെള്ളമോ ഞാൻ തൊടില്ല. ഇതിനകത്ത് പട്ടിണി കിടന്നാ ഞാൻ ചാവാൻ പോകുന്നത്. നിങ്ങൾ എന്നെ മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും തരാതെ കൊന്നേ പുറം ലോകം അറിയൂ. ആഹാരം കഴിക്കാതെ മരിച്ചെന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാം. സ്ത്രീധനം ചോദിച്ചുള്ള പീഡനത്തിലാ ഞാൻ മരിച്ചെന്നേ ആൾക്കാർ പറയൂ. ഇനി ഞാനും നിങ്ങളുടെ മകനുമായി സ്വരച്ചേർച്ചയിൽ ഇരിക്കുന്ന സമയത്താ ഞാൻ മരിക്കുന്നെങ്കിലും അത് പ്രശ്നമാകും തള്ളേ. കല്യാണം കഴിഞ്ഞ് നിശ്ചിത മാസത്തിന് മുമ്പേ പെണ്ണു മരിച്ച ആരും പരാതിപ്പെടാനില്ലെങ്കിലും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും പോലീസ്. അതറിയാവോ നിങ്ങൾക്ക്? എന്റെ ചിറ്റപ്പൻ ചന്ദ്രബോസ് സ്ഥലം CI അറിയാലോ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ചിറ്റപ്പൻ ചുമ്മാതിരിക്കില്ല തള്ളേ. അഡ്വക്കേറ്റ് അമീർ അബ്ദുള്ളയൊക്കെ നിങ്ങൾ നിർത്തിപ്പൊരിക്കും. ഞാൻ ചാവൂന്ന് പറഞ്ഞാൽ ചത്തിരിക്കും തള്ളേ. ഉറപ്പായിട്ടും ചാവും. ശേഷിച്ച കാലം ജയിലില്. ഈ പ്രായത്തിൽ അസുഖങ്ങളുമായി ജയിലിന്റെ തണുത്ത തറയിൽ കിടന്ന് കൈയും കാലും കോച്ചി പുഴുവരിച്ച് നിങ്ങൾ ചാകും തള്ളേ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് അത് കണ്ട് ആനന്ദിച്ചാ മതി എനിക്ക്. നിങ്ങളുടെ ചാവ് കണ്ടിട്ടേ എന്റെ ആത്മാവ് ഈ ഭൂമി വിട്ട് പോവൂ തള്ളേ. ഇത് സത്യം സത്യം സത്യം. ഇനി ഇവള് അങ്ങനെയെങ്ങാനും ചെയ്യൂ. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഈ സുസ്മിത ആരാണെന്ന് അറിയാൻ പോണേ ഉള്ളൂ. ക്ഷമ പറഞ്ഞേ, ഇതവിടെ വെക്കാനാ പറഞ്ഞത്. എനിക്ക് ഈ പാത്രം വേണം. ക്ഷമ വിട്, വിട് അങ്ങോട്ട്. വിടാൻ ഞാൻ ഇത് തരില്ല. ക്ഷമ എനിക്കിത് വേണം. ഒന്നാലും തരില്ല. വിട് ക്ഷമ. നീ എന്റെ ഇത് വാങ്ങും. ഞാനിത് എടുക്കും. മര്യാദയ്ക്ക് തരാം. എന്താന്ന് നീ തന്നെ ചെന്ന് നോക്ക്. അത് കൂടി ഇങ്ങനെ തരാൻ തരില്ലെന്നല്ലേ പറഞ്ഞേ. എന്താ ഇവിടെ? നിക്ക് നിക്ക്. എന്താ ഇവിടെ? ഇതിന്നൊരു സ്പൂൺ എങ്ങാനും എടുത്താ ആ കൈ ഞാൻ വെട്ടു. കുഞ്ഞേച്ചി ഇത് കണ്ടോ? ഒന്ന് കണ്ണ് തെറ്റിയപ്പോ ഹോട്ടലിലെ പാത്രങ്ങളും സ്പൂണും ഗ്ലാസും വരെ വാരി പറക്കി മാറ്റാൻ നോക്കുന്നു. ഇവര് തുടങ്ങാൻ പോകുന്ന ഹോട്ടലിലേക്ക് വേണം പോലും. നീ ചുമ്മാ അവരെവരെന്നൊന്നും വിളിക്കാതെ ക്ഷമേ, ഞാൻ സംസാരിക്കട്ടെ. ശരിയേച്ചി, എന്താ ഇതൊക്കെ? നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ശാലിനി? ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു. അതിനുള്ള പാത്രങ്ങളായി എടുക്കുന്നത്. അതിനും ഇവിടെ നിന്നാണോ ശരിയേച്ചി പാത്രങ്ങൾ എടുക്കുന്നത്? ഇവിടെ ഒരു ഹോട്ടൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പാടില്ലെന്ന് നിയമമല്ലോ ഉണ്ടോ? നീ മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ എവിടുന്നാ പാത്രങ്ങൾ എടുത്തേന്ന് ആര് കണ്ടു? ശരിയേച്ചി, അങ്ങനെ പറയരുത്. മൊബൈൽ റെസ്റ്റോറന്റിലേക്കുള്ള പാത്രങ്ങളും സ്റ്റൗവും ഒക്കെ വില കൊടുത്ത് വാങ്ങിച്ചതാ ഞാൻ. ഇവിടുന്ന് ഒരു മുട്ടു സൂചി പോലും എടുത്തിട്ടില്ല. അല്ല
പിന്നെ എങ്ങനെയാണ് ഇവിടെ തണ്ടാവിന്റെ ഉരുളിയുടെ ഒക്കെ എണ്ണം കുറഞ്ഞത്? ഈ അടുക്കളയിൽ തീയൂതി കഴിയുന്ന എനിക്ക് ഇവിടുത്തെ സ്റ്റീൽ ഗ്ലാസിന്റെ വരെ എണ്ണം എനിക്കറിയാം. ശാരി ചേച്ചി രാജീവ് സാറിന്റെ കൂടെ താമസിച്ചപ്പോ ഒരു മെസ്സ് തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അന്ന് ഇവിടുന്ന് തന്ന പാത്രങ്ങളിൽ ഒരു സ്പൂൺ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോടി പാത്രം കൊടുത്തയക്കാൻ. കഷ്ടം. എല്ലാവരും പറയും ശാരദാമ്മയുടെ മക്കളെ കണ്ട് പഠിക്കണമെന്ന്. മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പിടി ചോറൊഴികെ ബാക്കിയെല്ലാം അഗതികൾക്ക് ദാനം ചെയ്യുന്ന ആളാ ശാരദാമ്മ. അവരുടെ മക്കളാ ഒരു സ്പൂണിന്റെയും പാത്രത്തിന്റെയും പേരിൽ തല തല്ലി കീറുന്നത്. ഛേ, ശാരിക ഇതൊന്നും കേട്ട് പകച്ചു പോകരുത്. ഇപ്പൊ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലേ തേഞ്ഞൊന്ന് കൂട്ടിക്കോ. ബാലേന്ദ്ര, നിങ്ങളൊരു ചെന്നായ. ആടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചോരത്തുള്ളി നക്കി രസിക്കുന്ന ചെന്നായ. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അധികം നെകളിക്കണ്ട ബാലേന്ദ്ര. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ശാരികച്ചി ഹോട്ടൽ തുടങ്ങില്ല. ശാരിക ഇവിടെ തന്നെ ഹോട്ടൽ നടത്തും ശാലിനി. നീ അത് കാണുകയും ചെയ്യും. നീ വെറുതെ വിഷ്ണുട്ട വേണ്ട വേണ്ട വിഷ്ണുട്ട പറയുന്ന കേക്ക് വേണ്ട. ഇവന്റെ നിലവാരത്തിലേക്ക് താഴം അമ്മ ഇതെവിടെ പോയി? നമുക്ക് അവിടെ നോക്കാം, വാ. അത് കാര്യാക്കണ്ട. ഈ തോറ്റ് കഴിയുമ്പം ഇങ്ങനത്തെ ഡയലോഗ് പതിവാ. ചമ്മല് മറക്കണ്ടേ. അതെടുക്കരുത്. ഇതെനിക്ക് വേണം. ഞാനിത് തരില്ലെന്നല്ലേ പറഞ്ഞു. ഇത് ഞാൻ എടുക്കും. വിടും. അമ്മ എന്തിനാ വിഷമിക്കുന്നേ? ശാരികച്ചി ഇവിടെ ഹോട്ടൽ തുടങ്ങുമെന്ന് വിചാരിച്ചാണോ? അതിന് ഞാൻ എന്തിനാടി സങ്കടപ്പെടുന്നത്? അവളൊരു കച്ചവടം തുടങ്ങണമെന്ന് ഏറ്റവും ആദ്യം ആശിച്ചതും അവളെ ഉപദേശിച്ചതും ഞാനല്ലേ. അതും നമ്മുടെ കൺമുന്നിലായ അത്രയും സന്തോഷം. പിന്നെ കുടുംബശ്രീയിലെ കച്ചവടം കുറയുന്നുള്ള കാര്യം, എല്ലാ കാശും വന്ന് വീഴുന്നത് ഒരു പാത്രത്തിൽ തന്നെയല്ലേ മോളെ. പിന്നെ കച്ചവടത്തിലെ ലാഭവും നഷ്ടവും. ജീവിതത്തിൽ നല്ലൊരു കച്ചവടക്കാരി ആയിരുന്നില്ല ശാരദ. അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ പരിഗണിച്ചിട്ടുമില്ല. ശാരദ ജീവിച്ച വഴിയൊന്നും അല്ല മക്കളാരും. അവര് ലാഭം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന്. ശാരികേച്ചി ലാഭം ഉണ്ടാക്കുന്നതിലെ കണ്ണുകടിയൊന്നും അല്ല അമ്മ ഇവിടെ ആർക്കും. ശാരികേച്ചിയെ ബാലേന്ദ്രൻ എന്ന ചെന്നായ കൊണ്ട് നടക്കുന്ന എന്തിനാന്ന് ശാരികേച്ചി തിരിച്ചറിയാത്തത് എന്താ? അത് അവളൊഴികെ എല്ലാവർക്കും അറിയാം. ഈ വീട് നിൽക്കുന്ന സ്ഥലത്തൊരു കുളം കുത്തി എന്റെയും മക്കളുടെയും കണ്ണീര് കോരി കുടിക്കണമെന്നായിരുന്നു അവന്റെ ചേച്ചി രാജേശ്വരിയുടെ ജീവിത ലക്ഷ്യം. അതൊന്നും ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രായമല്ല ശാരിക്ക്. അവള് തനിയെ മനസ്സിലാക്കുക, തിരുത്തുകയോ ചെയ്യട്ടെ. ശാരദാമ്മ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇനിയൊരു വഴക്കിനുള്ള ധൈര്യമൊന്നും ഈ ശരീരത്തിന് ഇല്ല മോനെ.
ഒരു സ്ത്രീയും കടന്നു പോയിട്ടില്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശാരദയുടെ ജീവിതത്തില്. അന്ന് 3 മക്കളെയും ചിറകിനിടയിൽ ഒതുക്കി പിടിച്ച് പൊരുതി കയറുമ്പോ ഒരു വാശിയുണ്ടായിരുന്നു. അവരുടെ പ്രാണം പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോ ചോരത്തുള്ളി പൊടിക്കാൻ തയ്യാറുമായിരുന്നു. എന്റെ മക്കള്, അവരുടെ ജീവിതം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ഇനിയിപ്പോ എന്തിനു വേണ്ടിയാ അങ്ങനെ വളർത്തിയ മക്കള് തന്നെ ശാരദയ്ക്ക് ശത്രു? അവര് തമ്മിലടിക്കുമ്പോ അതിന് വിസിലടിക്കാൻ ഈ ശാരദ വേണോ? വേണ്ട, ഇനി എല്ലാം മതിയാക്ക ശാരദ. ആർക്കാന്ന് വെച്ചാ എന്താന്ന് വെച്ചാ കൊടുത്തേക്കാം. പറ, നിനക്കെന്താ വേണ്ടെന്ന്? ദേ, മോനും മടിക്കണ്ട. ഇവക്ക് ഓഹരിയായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ ഞാൻ. എല്ലാ മക്കളും ഒരുപോലെ ആവില്ലമ്മേ. എന്തെങ്കിലും സൗജന്യം സ്വീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ വിഷ്ണുവേട്ടൻ ഇപ്പോഴും സത്യമ്മയുടെ കൊട്ടാരത്തില് രാജാവിനെ പോലെ കഴിയായിരുന്നു. അമ്മേ, അമ്മയുടെ മനസ്സ് തളർന്നു പോയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മക്കൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ അഗതികൾക്കും അശരണർക്കുമെല്ലാം അഭയസ്ഥാനമായിരുന്നു കുടുംബശ്രീ ഹോട്ടല്. അത് നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യും ശാലിനി. അമ്മ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാൻ പോവാ ശാലിനി. കുടുംബശ്രീക്കെതിരെ നീങ്ങുന്നവര് ഇതുവരെ തീയെ കണ്ടിട്ടുള്ളൂ. ഇനി കുടുംബശ്രീയുടെ ശത്രുക്കൾ കാണാൻ പോകുന്നതും തീ തന്നെയാ. മോളെ, അച്ഛനൊന്നുമില്ല കേട്ടോ. അച്ഛൻ്റെ നെഞ്ചുവിനൊക്കെ മാറി. കാര്യമായ പ്രശ്നമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി അത്രേ. രാഘവേട്ട, ഭാമേ, ഇത് കണ്ടോ നമ്മുടെ മോള്? നമ്മുടെ മോളിപ്പോ അവൾക്കിപ്പോ കണ്ണുകളൊക്കെ തിരിച്ച് നോക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആ, ഈശ്വര, എന്റെ മോള്, എന്റെ മോളെ, എന്റെ പൊന്നുമോള്. ഈ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. രാഘവേട്ട, ഇതെങ്ങനെയാ? ശാലിനി നടത്തിയ ഒരു നാടകമാണ് ഫലം കണ്ടതെന്ന് തൽക്കാലം ഭാമ അറിയണ്ട. അത് ചിലപ്പം ഭാമയുടെ നാവിന് വെളിയിൽ പോയിന്നിരിക്കും. പിന്നെ ഇത്രയും നാള് വെള്ളം കൊരുതി വെറുതെയാവും. പറയൂ രാഘവേട്ട, എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? ഏത് ദൈവം ഇവിടെ അവതരിച്ചത്? അല്ല, മരുന്നുകളൊക്കെ ക്രമേണ ഫലം കാണുമെന്നല്ലേ അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത്? അതിന്റെ ആവും. മരുന്ന് മാത്രമല്ല രാഘവേട്ട, ദൈവാനുഗ്രഹവും. ഇന്ന് ഇവളുടെ പേരിൽ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു മഹേശ്വരൻ നമ്പൂതിരി. ഇതിപ്പോ പൂജയ്ക്ക് മുമ്പേ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. അവതരിച്ച ദൈവം നിന്റെ മരുമകൾ തന്നെയാ ഭാമേ. ശാലിനി, അവള് വഴിയാ ഇവിടെ അത്ഭുതം സംഭവിച്ചത്. അത് നിന്നോട് പറയാൻ ഒരു നിർവാഹവും ഇല്ലല്ലോ. രാഘവേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, മഹേശ്വരൻ എന്ത് പറഞ്ഞാ? രാഘവേട്ട, ചില ദോഷങ്ങളുണ്ട്.
പഞ്ചകൈലാസത്തിലെ പ്രീതിയുടെ അപകടത്തിന് ശേഷവും അത് നമ്മളെ വിട്ടൊഴിയാതെ പിന്തുടരുന്നുണ്ട്. ധനനഷ്ടം, മാനഹാനി, വാസസ്ഥലം മാറൽ, അന്യദേശവാസം എന്നിവയൊക്കെയാ മുന്നിൽ കാണുന്നത്. ഭാമേ, എന്താ നീ പറയുന്നൊക്കെ? അതെ രാഘവേട്ട, ദോഷങ്ങളുണ്ട്. പരമാവധി സൂക്ഷിക്കണമെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്. ദോഷങ്ങൾ? ഭാമേ, എന്താ കാരണം? ശ്രീപാർവതി. ശ്രീപാർവതിയോ? അതെ, പ്രീതിയുടെ മോള്. ദേവാംശം ഉണ്ടായിരുന്നു അവളിൽ. ശാലിനി അവൾക്ക് എന്റെ അമ്മയുടെ പേരിട്ടത് യാദൃശ്ചികമല്ല, ദൈവഹിതമാണെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്. അമ്മയുടെ ആത്മചൈതന്യവും അവളിലുണ്ടായിരുന്നു. അവളെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടത് പെറ്റമ്മയും ദൈവത്തെയും ഒരുപോലെ തെരുവിലോട്ട് ഇറക്കി വിട്ടതുപോലെ ആയിന്ന് അത് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്. രാഘവേട്ട, എന്നോട് ക്ഷമിക്കണം. അല്ല, പരിഹാരം? മോളെ യഥാവിധി തിരികെ അനയിച്ച് ചോറ് കൊടുക്കണമെന്ന്. അവളുടെ ചോറൂണ് കഴിഞ്ഞിട്ടില്ലല്ലോ. അതിവിടെ വെച്ച് നടത്തിയ ദൈവപ്രസാദവും ഐശ്വര്യവും തിരികെ വരുമെന്ന്. രാഘവേട്ട, ഒന്ന് പോയി സംസാരിക്കോ വിഷ്ണുവിനോടും ശാലിനിയോടും. ഭാമേ, തറവാട് മൂടോടെ ഇളകുമ്പോഴെങ്കിലും നിന്റെ വാശ അല്പം മാറ്റി വെച്ചൂടെ? ഞാൻ പോവില്ല വിഷ്ണുവിനോട് ശാലിനോട് സംസാരിക്കാൻ. അവരെവിടെ നിന്ന് ഇറക്കി വിട്ടത് ഞാനല്ല. ഭാമേ, ദേ നമ്മുടെ മോളുടെ അവസ്ഥ കണ്ടില്ലേ നീ? അവൾക്കിപ്പോ എല്ലാം കാണാം, എല്ലാം കേൾക്കാം. പഞ്ചകലാസിലെ അപകടത്തിന് ശേഷം അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അവളൊരു നോക്ക് കണ്ടിട്ടില്ല ഭാമേ. ദേ 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 കണ്ടോ? ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണിച്ചു തരാൻ നിന്നോട് തൊഴുത് യാചിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ. ഇപ്പോ അത്രയൊക്കെ അവളെ കൊണ്ട് പറ്റൂ ഭാമേ. മഹേശ്വരൻ നമ്പൂതിരി ജപിച്ചെന്ന ഭസ്മ എല്ലാം നേരെയാകും. മോളെ, വിഷ്ണുവിനെ ശാലിനിയും കാണാൻ ഞാൻ തന്നെ പോകാം. പാറൂട്ടി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. ഇത് അമ്മയുടെ വാക്ക്, നിന്റെ അമ്മയുടെ വാക്ക്. സത്യഭാമയുടെ വാക്ക്. മോളെ, നീ സമാധാനമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. നിന്റെ അമ്മ പറഞ്ഞു കേട്ടോ. എല്ലാം എല്ലാം ഇന്നത്തോടെ കലങ്ങി തെളിയും. എല്ലാം ശരിയാവും മക്കളെ.
എങ്ങോട്ടേ പുറപ്പെട്ടു പോകുന്നേ? എനിക്ക് പോണം വിഷ്ണുവേട്ടാ, പോയേ പറ്റൂ. വിഷ്ണുവേട്ടൻ കണ്ടില്ലേ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ? അവിടെ ഇനി ഞാനുണ്ടായാലേ പറ്റൂ. എടോ, ഇയാൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ തല്ലിത്തീർക്കാൻ പോവാണോ? എടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബശ്രീയോ ശാരദാമ്മയുടെ വീടോ അതൊക്കെ ആരെങ്കിലുമൊക്കെ പകുത്തെടുത്തോട്ടെ. എടോ, നമുക്കതിൽ പങ്കു വേണ്ട. അതെ, നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ മോള്. വിഷ്ണുവേട്ടാ, അമ്മ അത്രയ്ക്ക് കഷ്ടപ്പെട്ട ഞങ്ങള് 3 മക്കള്. കരയല്ലേ? ശ്ശേ.